ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വീഡിയോ ആദ്യം കാണിക്കാനുണ്ട്. അതായത് അഹാന കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു സാരി ബ്രാൻഡിങ് ഒക്കെ തുടങ്ങിയിട്ട് അതിന് പല പേരുകളും ഇട്ട് ലോകത്ത് എവിടെയില്ലാത്ത വിലകൾ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അവരുടെ ബിസിനസ് അവരുടെ ഇഷ്ടമുള്ള വിലക്ക് വിൽക്കുന്നു, ഇഷ്ടമുള്ള ആളുകൾ വാങ്ങാൻ വാങ്ങാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, പക്ഷേ അവർ തന്നെ മറ്റൊരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുൻപിട്ട വീഡിയോ ആണേ. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് നമ്മൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയോ വാങ്ങുകയോ ചെയ്തതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്നും അല്ലെങ്കിൽ അല്ല എന്നും അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയണം എന്നാണ് അവർ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളുക. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഏതോ ഒരു ലൈം ടീ ഭയങ്കര ഫേമസ് ആണെന്ന്. അപ്പോൾ ഞാനങ്ങനെ, എനിക്ക് ലൈം ടീ ഇഷ്ടമാണ്, പക്ഷെ ഞാനങ്ങനെ ഭയങ്കര ലൈം ടീയുടെ ആളൊന്നുമല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം ഒരു സ്ഥലത്ത് ഫേമസ് ആണെന്ന് പറഞ്ഞാൽ എനിക്കത് ട്രൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അങ്ങനെ ഞാൻ ആ ലൈം ടീ ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിലെന്തോ ഇലയുണ്ട്, പിന്നെന്തോ പൊടിയൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല. അയ്യേ, ഉപ്പൊക്കെ പോലെ. അയ്യോ, നിങ്ങളാരും കുടിക്കല്ലേ, കൊള്ളില്ല. ഉപ്പ് രസം. ഇവിടെ ഇവർ ചായയായിട്ട് രസമാണോ കുടിക്കുന്നത്? അയ്യേ, എനിക്ക് പറ്റണല്ലേ. ആ, വെറും ഇലയല്ല, തുളസി. തുളസിയൊക്കെ ആരെങ്കിലും ചായക്കകത്തിടുമോ? ഓക്കെ, തുളസിയൊക്കെ ചായക്കകത്തിടോ, കൊള്ളൂല, ആരും വാങ്ങി കുടിക്കല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവരുടെ പ്രോഡക്റ്റിനും നമുക്ക് ഇതേ അനുഭവമാണെങ്കിൽ തുറന്നു പറയാം. ഇപ്പൊ വില കൂടുതലാണ് എന്നൊരു കാര്യം എല്ലാവരും പറയുന്നുണ്ടല്ലോ, സെയിം പ്രോഡക്റ്റ് മറ്റുള്ള ആളുകളിൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ, അഹാന തന്നെ പറയുന്നത് ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് ധൈര്യമായിട്ട് പറയണമെന്നുള്ളത്. ഇനിയും അവിടുന്ന് തന്നെ നിങ്ങൾക്ക് സാധനം വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് തന്നെ വാങ്ങിക്കോളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് ഇവരുടെ ബുദ്ധിയാണത്, ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അത് അവർ അതുപോലെ തന്നെ ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഒരു റിമോട്ട് 5 രൂപക്ക് കിട്ടുന്ന കടയിൽ നിന്നാണോ അല്ലെങ്കിൽ 10 രൂപ കിട്ടുന്ന കടയിൽ നിന്നാണോ വാങ്ങുക? വില കുറഞ്ഞ കടയിൽ നിന്നാവും കൂടുതൽ വാങ്ങുക. ഇനിയിപ്പോൾ ഇത് എൻ്റെ കടയിലാണ് വിചാരിക്കുക, ഞാനൊരു ഇൻഫ്ലുവാണമാണല്ലോ. അപ്പൊ എൻ്റെ കടയിലാണെങ്കിൽ ചിലപ്പോൾ 5 രൂപയുടെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയില്ലെന്ന് വരും. ഇനി വേറെ ഏതെങ്കിലും ഇൻഫ്ലുവാണത്തിന്റെ കടയിൽ ഒന്നും കൂടി ഫേമസ് ആയ സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിയ ഒരു ഇൻഫ്ലുവാണമാണെങ്കിൽ അത് 10 രൂപയാണെങ്കിൽ നിങ്ങൾ വാങ്ങും എന്നുള്ളതാണ്. അതൊക്കെ ചില ആളുകളുടെ താല്പര്യങ്ങളാണെന്നുള്ളതാണ്. എൻ്റെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം, മറ്റുള്ള ആളുകളിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ, വേറൊരാളും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അവരുടെ കയ്യിലുള്ള സാരിയും അഹാനയുടെ സാരി ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ്. ഓക്കെ, പറ്റിക്കപ്പെടാതിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ. ഞാൻ അഹാന കൊണ്ടുവന്ന സെയിം സാരി എന്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു, അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്ന? ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു, ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്, അപ്പൊ അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അല്ല, ഒരു സ്ഥലത്ത് നിന്ന് 2 പേര് സാധനം വാങ്ങിയെന്ന് കൂട്ടുക. 5 രൂപയുടെ ഈ പ്രോഡക്റ്റ് എനിക്ക് ബ്രാൻഡ് വാല്യൂ അല്ല, എന്താ പറഞ്ഞത്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടല്ലേ, ആ ഒരു സാധനം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണ് അതിന്റെ വില തോന്നി പോലെ ഇടാൻ കഴിയുക? പിന്നെ ഏതെങ്കിലും നടിയെ കൊണ്ടോ നടന്മാരെ കൊണ്ടോ ഒക്കെ അത് പ്രൊമോട്ട് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണ് അതിന്റെ വില കൂട്ടാൻ പറ്റുക? അപ്പൊ ഇവിടെ ശരിക്കും ഒരു മാർക്കറ്റ് റീറ്റെയിൽ പ്രൈസ് എന്നൊരു സംഭവം ഇല്ലേ? തോന്നിയ പോലെ ഇടലാണോ? അതിന്റെ അടിയിൽ ദിയാകൃഷ്ണ വന്നിട്ട് സന്തോഷം, ഒരു കൈ ടാറ്റ ബൈ ബൈ ഒരു സാധനമൊക്കെ കമന്റ് ഇട്ടുണ്ടേ. അതിന് താങ്ക് യു ദിയ ചേച്ചി എന്ന് അങ്ങോട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ചുളിവിൽ അങ്ങ് നൈസായിട്ട് അങ്ങ് കയറാൻ നോക്കിയതാണ്. എന്തായാലും ചേച്ചി ബാക്കിയും കൂടി പറ. അതിപ്പം അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അത് അവരുണ്ടാക്കിയെടുത്തതാണ്. അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പൊ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാൻ 2 വീഡിയോസ് ആണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന്. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് ആണ് അങ്ങനെ കണ്ടത്. അവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരിയാണോ, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു, എന്നിട്ട് പ്രൈസ് കുറവാണെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു എന്താ ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ അഹാന ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ പുറത്തു വിടാത്തത്? അതായത് താങ്കൾ പ്രൊമോട്ട് ചെയ്യുന്ന സാരിയൊക്കെ ക്വാളിറ്റി ഇല്ലാത്തതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ടുണ്ടെങ്കിൽ ബള്ളി ട്രൗസർ, നിങ്ങളിട്ട ബർമുട, ആ ഒരു സാധനം കൂടി ഇവിടെ പറയാണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെയിം ബട്ട് ഡിഫറെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്രേ. ചേച്ചിക്ക് നല്ല ധാരണയുണ്ട് കേട്ടോ, നമ്മളിടുന്ന വീഡിയോസ് മറ്റാളുകളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളത്. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരം പ്രോഡക്റ്റുകളാണ്, തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളെടുത്ത് റിയാക്ട് ചെയ്യും, മറ്റുള്ള ആളുകൾ അതിൻ്റെ അഭിപ്രായം പറയും. ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അഹാന കൃഷ്ണ വിൽപ്പന നടത്തുന്ന സാരിയും നിങ്ങൾ വിൽപ്പന നടത്തുന്ന സാരിയും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പം തന്നെ പറയാം, പറഞ്ഞിട്ടില്ല. അപ്പൊ സ്റ്റാറ്റസ് വാല്യൂക്ക് അനുസരിച്ചിട്ട് 1 രൂപയുടെ പേന മറ്റുള്ള ആളുകളിൽ 2 രൂപ. കൊള്ളാം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം എന്തോ ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞ് ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസയൊക്കെയും പ്യുവർ ഓർഗാൻസയൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്ന് കയറിയിരുന്ന് പറഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് വാങ്ങണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അത് ഏത് പേജിലാണോ കാണുന്നത് അവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സസ് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. അതിൽ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ ഇത്തരം പ്രോഡക്റ്റുകൾക്ക് റിവ്യൂ ഇടും. ഇപ്പം അഹാനയുടെ ഒരു സാരി എനിക്ക് വാങ്ങിയിട്ട് എനിക്ക് വേണമെങ്കിൽ റിവ്യൂ ഇടാം, അല്ലേ? ഞാനത് ധരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ റിവ്യൂ ഇടാം. പക്ഷേ ചത്താലും ഞാൻ ചെയ്യില്ല. ഇത്ര പൈസയും കൊടുത്തിട്ട് എന്തിനാണ് ഒരു സാരി വാങ്ങി റിവ്യൂ ചെയ്യുന്നത്? അത് ഇട്ട് ഉപയോഗിച്ച ആളുകൾ എന്ന രീതിയിലുള്ള ഒരുപാട് ആളുകൾ ശബ്ദ സന്ദേശങ്ങൾ വരുന്നു. അതുപോലെ ദിയ കൃഷ്ണയുടെ എന്തൊക്കെയോ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നു. ഈ ദിയ കൃഷ്ണയൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞ സാധനം വില കൂട്ടി വിൽക്കുന്നുണ്ടാവും. അത് അവരുടെ ബിസിനസ് തന്ത്രമാണ്, അതിന് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് നിശ്ചയിച്ചിട്ടില്ല. ഇവർ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പൊ അഹാന കൃഷ്ണയുടെ ക്വാളിറ്റി ഉള്ളതും താങ്കളുടെ ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന രീതിയിലാണ് കേട്ടോ ഞങ്ങൾക്ക് കൂട്ടി വായിച്ചാൽ മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഓർഗാൻസയുടെ കഥയൊക്കെ പറഞ്ഞിരുന്നു. ആരാണ് ഈ ഓർഗാൻസയൊക്കെ? പിന്നെ അഹാന കൃഷ്ണയുടെ ഒക്കെ മമ്മിജി 35,000 രൂപയുടെ സാരിയും 75,000 രൂപയുടെ സാരിയും ഒക്കെയാണ് എടുക്കാറ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു തമാശ രീതിയിൽ അത് കാണിച്ചപ്പോൾ കുറെ ആളുകൾ വന്നിട്ട് പറയാം 1 ലക്ഷത്തിന്റെ സാരി അടക്കമുണ്ടെന്നുള്ളത്. ഉണ്ടായിക്കോട്ടടാ, കായുള്ളവർ വാങ്ങിക്കോട്ടടാ, എനിക്കിപ്പോൾ ഇതിലെന്താ പറയാനുള്ളത്? പൈസ ഉള്ളവർ വാങ്ങാതിരിക്കുന്നത് തേങ്ങച്ച് ചെയ്തോട്ടെ. പക്ഷേ ആളുകളെ പറ്റിക്കാനാണ് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ വിൽപ്പന നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുന്നുള്ളതാണ്. സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞല്ലേ ഇവര്. ഈ സെയിം ബട്ട് ഡിഫറെന്റ്, ഒരേ കളർ പാറ്റേൺ, ഒരേ ഡിസൈന്, ഒരേ ഓർഗാൻസ, ഇതൊക്കെയുള്ള സെയിം സാരി ചിലപ്പോൾ ചെറിയ ക്വാളിറ്റി വ്യത്യാസത്തിൽ വില കുറഞ്ഞ് കിട്ടും. പിന്നെ സെലിബ്രിറ്റീസ് ഒക്കെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ 1000 രൂപയുടെ സാരി ചിലപ്പോൾ നിങ്ങൾ 5000 രൂപക്കൊക്കെ വാങ്ങേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ജനങ്ങൾക്ക് ലാഭമുള്ള സാധനങ്ങളാണ് ജനങ്ങൾ വാങ്ങുന്നത്. ശോഭന ചേച്ചി പറഞ്ഞതുപോലെ എൻ്റെ കംഫർട്ടാണ് എൻ്റെ ഫാഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 100 രൂപയുടെ ചെരുപ്പ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഇടട്ടെ. പിന്നെ 5000 രൂപയുടെ സാരിയോ 10000 രൂപയുടെ സാരിയോ ഇഷ്ടമുള്ളവർ വാങ്ങട്ടെ. ബിസിനസ് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്.
ഇങ്ങനെ ഒരുപാട് ആളുകൾ പറ്റിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം പരസ്യങ്ങൾ കണ്ട് വാങ്ങുന്ന പ്രോഡക്റ്റുകൾ കടയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത് പോലെ ആവില്ല. വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും ഇത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഒരു റിട്ടേൺ പോളിസിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളത് റിട്ടേൺ വിട്ട് നല്ലത് വാങ്ങും, അത്രയേ ഉള്ളൂ. കടയിൽ നിന്നാണെങ്കിൽ നേരിട്ട് കണ്ട് നമ്മൾ വാങ്ങും. വില കൂടുതലുണ്ടോ വില കുറവുണ്ടാവും. ഇതിനിടയിൽ താരരാജാവായിട്ട് ഒരാൾ വരുന്നുണ്ട്, അതാണ് മീഷോ. പല ആളുകളും മീഷോയെ പൊക്കി പറയുന്നടേ, പല ആളുകളും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ മീഷോ അത്രക്ക് മോശമല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തല്ലുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കരിവാരി എറിയലിൻ്റെ ഇടയിൽ ജെനുവിൻ ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അവർ കൂടി ചവിട്ടി താഴ്ത്തപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പൊ ദിയ കൃഷ്ണയുടെ ബിസിനസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന പരിപാടിയാണ്. അതിൻ്റെ ഇടയിലും കുറേ പരിപാടികളുണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്നു. അതേപോലെ ഇപ്പൊ ഇവരൊരു സാരി ബ്രാൻഡ് തുടങ്ങി, അടുത്ത കഴിഞ്ഞത് ചുരിദാർ ബ്രാൻഡ് ചിലപ്പോൾ അവർ തുടങ്ങിയെന്ന് വരും. അപ്പോൾ അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന് വില കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചേച്ചിയും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മളിൽ ചിലപ്പോൾ കുറച്ച് വില കുറവായിരിക്കും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കടേ എന്ന് എനിക്ക് പറയാനുള്ളൂ. മീഷോ എങ്കിൽ മീഷോ, നല്ലത് കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കോളൂ. കടയിൽ നിന്നെങ്കിൽ കടയിൽ നിന്ന് നല്ലതാണ് തോന്നിയാൽ അങ്ങ് വാങ്ങിക്കോ. പിന്നെ 35,000-ൻ്റെയും 50,000 രൂപയുടെയൊക്കെ സാരി വാങ്ങുന്ന ആളുകൾ, എൻ്റെ പൊന്നെ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ്.